ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ എണീറ്റ് മുഖം കഴുകി നേരെ വരുന്ന അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ വന്ന് അടുപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വീതനൊക്കെ തുടച്ചിട്ട് പിന്നെ നേരെ റൂമൊക്കെ തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടോ. റൂമും ഹാളൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. രാത്രി എല്ലാവരും അടിച്ചോരിയിട്ടും കൊണ്ട് രാവിലെ പിന്നെ വേഗമാവുമല്ലോ തുടക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കുളിയും കഴിഞ്ഞ് വന്ന് വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് കമ്മിയായിട്ടാണ് കേട്ടോ ഓരോന്നും ചെയ്യണത്. അപ്പോൾ ഞാൻ വിളക്ക് വയ്ക്കുമ്പോഴേക്കും 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിണ്ടിയിലും നമ്മുടെ ഉരുളിയിലൊക്കെ വെള്ളമൊക്കെ കൊടുന്ന് വെച്ചു. വിളക്ക് വെച്ച് തൊഴുകല കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഇന്നൊക്കെ കുറച്ച് സ്പീഡ് കമ്മിയാക്കിയിട്ട് ഉണ്ടാക്കുന്നത്. വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. കുട്ടികൾക്ക് സ്കൂളില്ലാന്നേ ഉള്ളൂ, മോൾക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ. അവൾക്ക് 8 മണിക്ക് പോയാൽ മതി. അപ്പോൾ സേമിയം കൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സേമിയം ആദ്യം നെയ്യിലൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു. വറക്കലല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് പൊടിച്ച് നോക്കിയതാണ്, പക്ഷേ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ഇട്ടിട്ട് ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നെയ്യ് ഒഴിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ഒരു മണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് ചൂടാക്കി എടുത്തപ്പോഴേക്കും ഞാൻ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അടുപ്പിൽ ചായയും കൂടി വെച്ചിട്ടോ. ഏലക്കൊക്കെ ഇട്ടിട്ടാണ് ചായ വയ്ക്കുന്നത്. പാൽ ചായ ഉണ്ടോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ മൂക്കണ നേരം കൊണ്ട് നമ്മളെ ചായയും കൂടി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഉള്ളി മൂത്തതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടു. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചച്ചോവ ഒന്ന് മാറുമ്പോൾ അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ടോ. ഞാൻ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ചായയും കൂടി തിളച്ച് വരുമല്ലോ. പിന്നെ എൻ്റെ അടുപ്പ് ഗ്യാസ് കത്തണത് സ്പീഡ് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ കുറേ നേരമായിട്ടാണ് ഒന്ന് ആയി കിട്ടുള്ളൂ. അപ്പോൾ ചായ തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഉപ്പുമാവിൻ്റെ വെള്ളം കൂടി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചായ ഒന്ന് അരിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ മോള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വന്ന അവൾക്ക് അത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് സേമിയായിട്ട് ഇട്ട് കൊടുത്തു. ഇത് മൊത്തത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വറുത്ത് വെച്ചത്. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾ ഇടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാണ്ടോ ചോദിക്കും. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ആവുന്നതിൻ്റെ മുന്നേ തന്നെ അവർക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോൾ ബാക്കി ഉപ്പുമാവ് രാവിലത്തെ ബാക്കി ഉണ്ടിച്ചെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 2 പാക്കറ്റ് മൊത്തത്തിലെടുത്തിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗത്തിൽ ഉപ്പുമാവായി കിട്ടി. അപ്പം ഞാൻ പിന്നെ അതിൽ കുറച്ച് നെയ്യും കൂടി ഉണ്ടായിരുന്നു, നെയ്യിൻ്റെ ആ കുപ്പിയിൽ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകൾക്കോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് സെറ്റായി. അപ്പോൾ മോള് കഴിച്ചിട്ട് അവൾ പോവുകയാണ് കേട്ടോ. അവൾ പോയപ്പോഴേക്കും ഞാൻ പിന്നെ എൻ്റെ മുടി അങ്ങനെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വേറെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് കെട്ടി വെച്ചു. ഇനി നമ്മുടെ തറവാട്ടിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നാമം ചെല്ലാൻ വേണ്ടി പോകാൻ ലളിതാ സഹസ്രനാമം ചെല്ലാറുണ്ട് ഞങ്ങൾ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അത് ചെല്ലാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ അത് ചെല്ലി തിരിച്ചു വരുമ്പോൾ കുറച്ച് മന്ദാരപ്പൂ കൊണ്ട് നമ്മൾ വിളക്ക് വയ്ക്കാൻ അവിടെ നിന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഇന്ന് ഒരു പണിയില്ലാത്തതുകൊണ്ട് വന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചുടുവെള്ളം ഉണ്ടാക്കി കുടിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകി വേഗം അടുക്കളത്തെ പണികളൊക്കെ കഴിച്ച് പോണത് രാമായണം വായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ രാമായണം വായിക്കൽ തുടങ്ങുകയും ചെയ്തു. പിന്നെ കഴിയില്ലേന്നൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കൾ കുറേ നേരം ഇരുന്ന് ചെല്ലാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അപ്പം ഞാനിന്ന് ഏതായാലും ചെല്ലൽ തുടങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ സിറ്റ് ഔട്ടിൽ അവർ കളിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് നേരം ചെല്ലിട്ടോ. ചെല്ലൽ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ബിരിയാണിയുടെ അരിയും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം വെക്കാമെന്ന് പറഞ്ഞിട്ട് സേമിയ പായസമാണ് വെക്കുന്നത്. ആദ്യം ഞങ്ങൾ അരിയും കൊണ്ട് നമ്മളെ ഗുരുവായൂരിനൊക്കെ കിട്ടില്ല, അതുപോലത്തെ പായസം വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഏട്ടൻ കൊണ്ടുവന്നപ്പോൾ അതിൽ സേമിയ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സേമിയ പായസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ കോളിഫ്ലവറും ഉള്ളിയും കിഴങ്ങും എല്ലാ സാധനങ്ങളും അരിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മല്ലിച്ചപ്പും പുതിനയിലൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതിൽ വെക്കാം. അപ്പോൾ അങ്ങനെ പായസം റെഡിയായി. പിന്നെ കോളിഫ്ലവറും കൊണ്ട് മഞ്ചൂരിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ അതാണ് കേട്ടോ ഭക്ഷണം ഉണ്ടായിരുന്നത്.